ഹായ് ഗൈസ്. അപ്പോൾ വീണ്ടും ഒരു ഒരു എൻ്റെ ജീവിതത്തിലെ മറ്റു ചില അനുഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ ഞാൻ ജാനുവരി 18 ജോയിൻ ചെയ്തു. അതിനുശേഷം എൻ്റെ ആദ്യത്തെ ഫോറിൻ അസൈൻമെൻറ്റ് 94-ലായിരുന്നു. അത് എനിക്ക് സുഡാൻ എന്ന സ്ഥലത്തേക്കാണ്, ഖാർത്തൂമുള്ള ഇന്ത്യൻ എംബസിയിൽ ആണ് ഞാൻ ആദ്യമായിട്ട് അവിടെ എനിക്കൊരു ഫോറിൻ പോസ്റ്റിംഗ് ആകുന്നത്. ഞാനപ്പോൾ എൻ്റെ ഫാമിലിയിൽ എൻ്റെ മൂത്ത മകൾ അന്ന് 2 വയസ്സുണ്ട്. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ദുബൈയിലേക്ക് പോയി. ദുബൈ ടു എത്യോപ്യ, അവിടെ അഡിസ് അബാബയിൽ ഇറങ്ങി. അവിടെ 3 മണിക്കൂർ ട്രാൻസിറ്റ് ഉണ്ട്. അതിനുശേഷം അന്നത്തെ കാലത്ത് അവിടെ ചെന്ന് നമ്മുടെ പാസ്പോർട്ട് അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ, അവിടെ ട്രാൻസിറ്റ് ഡെസ്കിൽ കൊടുക്കുമ്പോൾ അവിടുന്ന് ഉള്ള ടിക്കറ്റ് ലഭിക്കണം. എന്നാൽ ഞങ്ങൾ ദുബൈയിൽ നിന്ന് ആഡീസിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മോള് 2 വയസ്സേ ഉള്ളെന്ന്. അപ്പോൾ അവൾക്ക് ചെവിക്ക് അതികഠിനമായ വേദന. അപ്പം എന്താണ് പ്രയാസം എന്നറിയില്ല, അവൾ അമിതമായിട്ട് കരഞ്ഞുകൊണ്ടിരുന്നപ്പം എൻ്റെ വൈഫാണ് അതിങ്ങനെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഫോറിൻ ട്രിപ്പാണ്. അതും അറിയാത്ത ഒരു രാജ്യത്തിൽ കൂടിയൊക്കെ കടന്നു പോകണം. അവിടെ ചെന്ന് ഞങ്ങൾ ഡെസ്കിൽ ഞങ്ങൾ ഇറങ്ങി. കുഞ്ഞിനെ എടുത്തുകൊണ്ട് കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അപ്പം ഹാൻഡ് ബാഗേജൊക്കെ അന്നുണ്ട്. അപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സിന്, എൻ്റെ ഒരു മിനിസ്ട്രിയിലുള്ള അദ്ദേഹത്തിൻ്റെ മോൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ കയ്യിലൊരു 5 കിലോ ഉള്ള ഒരു വലിയൊരു ജാർ, എൻ്റെ ഓർമ്മ ശരിയാണ്, പിക്കിളായിരുന്നു. പാഞ്ചിരംഗ് എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടുന്നൊരു പിക്കിൾ. അദ്ദേഹം അത് കൊടുക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. കൊണ്ടുവന്നപ്പോൾ അത് 5 കിലോ ഉള്ള ഒരു 3 കിലോയുടെ ആണെന്ന് തോന്നുന്നു, വലിയൊരു ജാർ. അപ്പോൾ അത് കൊണ്ടുപോകാനിരിക്കാൻ ഒക്കെയുള്ള വാക്ക് പറഞ്ഞാണല്ലോ എന്നോർത്ത് കൊണ്ടുപോയി. അതൊക്കെ എൻ്റെ ഹാൻഡ് ബാഗേജിലുണ്ടായിരുന്നു. ഹാൻഡ് ബാഗേജ് വാസ് വെയിങ് മോർ ദാൻ 10 കിലോസ്. അപ്പം ഇന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ അങ്ങനെ റെസ്ട്രിക്ഷനൊന്നുമില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അസൈൻമെൻറ്റ് പോകുന്നതുകൊണ്ട് വളരെ ഞങ്ങൾക്ക് അങ്ങനെ കുറച്ചൊക്കെ സാധനങ്ങൾ കൂടുതലായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ എൻ്റെ 10 കിലോസ്, എൻ്റെ വൈഫിൻ്റെ ഹാൻഡ് ബാഗേജ് 10 കിലോസ്, ഇതൊക്കെ പിടിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങുന്ന. അന്നത്തെ കാലത്ത് നമ്മൾ ഇറങ്ങി കുറച്ച് നടന്നൊക്കെയാണ് അഡീസ് അബാബയിലെ എയർപോർട്ട് ടെർമിനലിൽ എത്തുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ബാഗിൻ്റെ അകത്തായിരുന്നു, ഞങ്ങളുടെ വൈഫിൻ്റെ ഹാൻഡ് ബാഗിൻ്റെ അകത്തായിരുന്നു ആക്ച്വലി ദി പാസ്പോർട്ടും എല്ലാം ഇരുന്നത്. ഞങ്ങളവിടെ ചെന്ന് നോക്കിയപ്പോൾ ബാഗില്ല, കയ്യിലില്ല. പെട്ടെന്ന്, ഇത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ്. പെട്ടെന്ന് ജസ്റ്റ് ഇമാജിൻ, ഞാൻ അവിടെ ഇമിഗ്രേഷൻ്റെ അവിടെ നിൽക്കുന്നു. എയർപോർട്ടിൽ ആ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്ത് ഏകദേശം 1 മൈൽ ദൂരെ കിടക്കുകയാണ്. ഞാൻ പെട്ടെന്ന് അവിടെ പറഞ്ഞു, എൻ്റെ ബാഗ് അതിൻ്റെ അകത്തായിപ്പോയി. അപ്പം അന്ന് മൊബൈലൊന്നും ഇല്ല. 94 സെപ്റ്റംബറിലെ കാര്യമാണ് പറയുന്നത്. അവരെന്നോട് പറഞ്ഞു തിരിച്ചു പോയിട്ട് നോക്കാൻ പറഞ്ഞു. അത് ക്ലോസ് ആക്കിയിട്ടില്ലെങ്കിൽ അവിടെ എൻ്റെ സ്റ്റാഫ് കാണുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഞാൻ ആ ഒരു മൈലോളം, എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റായിട്ട് ഓടിയിട്ടുള്ള ദിവസമായിരിക്കും അത്. ഞാനത് ഓടി അവിടെ ചെന്നപ്പോൾ ലക്കിലി അത് ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ ഓടി ചെല്ലുന്ന കണ്ട അവർ പെട്ടെന്നൊരു എയർ ഹോസ്റ്റസ് ഡോറിൻ്റെ അവിടേക്ക് വന്ന് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ബാഗ് അവിടെ ഉണ്ട്. പെട്ടെന്ന് അവർ മുകളിൽ കയറി വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഭദ്രമായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്തുകൊണ്ട് വന്നു. ഇന്നത്തെ കാലത്ത് ആലോചിച്ച് നോക്കൂ, നമ്മളിത് ഓടുന്ന കണ്ടാൽ തീർച്ചയായിട്ടും അത് ആളെ വിത്തിൻ സെക്കൻഡ്സ് എവിടുന്നൊക്കെ ഷൂട്ട് ചെയ്യുമെന്നറിയത്തില്ല. എങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ അനുഭവമാണ്. പക്ഷേ 94-ലൊക്കെ ഈ സെക്യൂരിറ്റിയെ പറ്റി ഇത്രയും കൺസേൺ ഒന്നുമില്ല. ലോകത്തിൻ്റെ അനുഭവങ്ങളൊന്നും ഇത്രമാത്രം ഭീകരമല്ലായിരുന്നുകൊണ്ട് ഞാൻ അവിടെ രക്ഷപ്പെട്ടു. അങ്ങനെ അവിടെ ആ ബാഗ് എടുത്തുകൊണ്ട് ചെന്ന് ട്രാൻസിറ്റിൽ നിന്ന് ടിക്കറ്റ് കിട്ടി. അവിടുന്ന് ഞങ്ങൾ ഖാർത്തൂം എന്ന സ്ഥലത്ത് ചെന്നിറങ്ങി. അവിടെ ഖാർത്തൂം എന്ന് പറഞ്ഞാൽ അന്ന് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദി ടഫസ്റ്റ് പോസ്റ്റിങ്സ്. അന്ന് ഇന്നത്തെ പോലെ ഇന്ത്യക്കാരും അവിടെ വളരെ റെയറായിട്ട് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അത് പണ്ടത്തെ കാലത്ത് ഗുജറാത്തിൽ നിന്ന് പോയിരിക്കുന്ന ആളുകളായിരുന്നു കൂടുതലായിട്ടുള്ളത്. അതിൽ തന്നെ അവിടെ എക്കണോമിക് വളരെ ഡൗൺഫോൾ ഉണ്ടായിട്ട് അവിടെ നിന്നുള്ള ക്രീം ലെയറൊക്കെ അങ്ങ് ലണ്ടനിലേക്ക് കടന്നുപോയി.
അല്ലെ UK കടന്നുപോയി. ബാക്കി പോകാൻ സാധിക്കാത്തവരും പിന്നെ പോകാൻ ആഗ്രഹമില്ലാത്ത കുറച്ച് ആളുകൾ മാത്രമേ അവിടെ ഉള്ളായിരുന്നു. ഞങ്ങളവിടെ പോയി 3 വർഷക്കാലം അവിടെ ഞങ്ങൾ സെർവ് ചെയ്തു. ഞങ്ങളുടെ ഓട്ടീസിലെ AL ഫെർണാണ്ടസിനെ കണ്ടായിരുന്നു. അവിടെ വെച്ച് എൻ്റെ കസിൻ സെന്നി അന്ന് അബുദാബിയിലാണ്. അതിനു മുമ്പ് ഭോപ്പാലിൽ വെച്ച് അവർ ഓറ്റിസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബോംബെ ഓറ്റിസിൽ ഉണ്ടായിരുന്ന ഒരു ഫെർണാണ്ടസ്, ഞങ്ങളെ ടോണി എന്ന് പറയും. അപ്പോൾ എൻ്റെ ഒരു അവിടെ അറ്റാഷി ആയിട്ടുണ്ടായിരുന്ന മിസ്റ്റർ ശ്രീകുമാർ മേനോൻ, അദ്ദേഹം ത്രൂ ആണ് ഞങ്ങളിത് പരിചയപ്പെട്ട് ടോണിയെ പരിചയപ്പെട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ സെന്നി പി ഉമ്മനെ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെൻ്റെ ഫസ്റ്റ് കസിനാണ്, എൻ്റെ അമ്മാച്ചൻ്റെ മോനാണ്. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. ടോണി അവിടെ ഫാമിലി അവിടെ തനിയായിരുന്നു താമസിക്കുന്നത്. ടോണി മിക്കവാറും എംബസിയിൽ ഞങ്ങളുടെ വീടും മേനോൻ്റെ വീട്ടിലൊക്കെ കടന്നു വരുമായിരുന്നു. അങ്ങനെ അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ടു. അവിടെ ഞങ്ങൾ ക്രിക്കറ്റൊക്കെ കളിക്കാനായിട്ട് പോകുമായിരുന്നു. അപ്പം ടോണി നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. അദ്ദേഹം എന്നെക്കാട്ടിൽ കുറച്ചുകൂടെ സീനിയർ ആയിരുന്നെങ്കിലും അദ്ദേഹം നല്ല ആക്റ്റീവായിട്ട് ഉള്ള ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. ഞങ്ങൾ ഒത്തിരി സമയങ്ങൾ അവിടെ ഒരുമിച്ച് ചെലവഴിച്ചിട്ടുണ്ട്. വളരെ സുന്ദരമായ നിമിഷങ്ങളൊക്കെ ആയിരുന്നു അത്. പല പിക്നിക്കുകൾ പോകുമ്പോൾ ടോണി വാസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് അവർ ടീം. കാരണം വണ്ടിയുണ്ട്, പ്ലസ് അദ്ദേഹത്തിന് വേറെ ജോലി കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പം ഒന്നുകിൽ മിസ്റ്റർ മേനോൻ്റെ കൂടെ അല്ലെ ഞങ്ങളുടെ കൂടെ എംബസിയിലെ പിന്നെ വെളിയിലൊക്കെ പോകുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കയ്യിൽ കാറൊന്നും ഇല്ലായിരുന്നു അന്ന്, വെളിയിൽ പോകുമ്പോൾ പുള്ളി ഞങ്ങളെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ വളരെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് ടോണിയെ പറ്റി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് അവിടുന്ന് 94 to 99 ആയിരുന്നു എൻ്റെ അവിടുത്തെ ടെന്യൂർ. 99 വിവരം അറിഞ്ഞ് എനിക്ക് ഡയറക്റ്റ് പോസ്റ്റിംഗ് ടു എംബസി ഓഫ് ഇന്ത്യ വാഷിങ്ടൺ. അപ്പോൾ എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള 1-2 പേരെ എംബസി വാഷിങ്ടൺ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ളവരായിരുന്നു. അപ്പം ഖാർത്തൂം ഒരു വലിയ ഹാർഡ് പോസ്റ്റിംഗ് ആയതുകൊണ്ട്, ഹാർഡ് സി എന്ന് പറയാം ഞങ്ങളുടെ ഭാഷയിൽ, അവിടെ വരുന്നവരൊക്കെ ഒന്നുകിൽ സൂപ്പർ എയിൽ വർക്ക് ചെയ്തിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് സൂപ്പർ എ സ്റ്റേഷനിൽ കിട്ടാനുള്ള ചാൻസുകൾ വളരെ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അവിടെ നിന്ന് വാഷിങ്ടൺ പോസ്റ്റിംഗ് കിട്ടിയത്. എൻ്റെ കൂടെ അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒന്നുകിൽ വാഷിങ്ടൺ അല്ലെങ്കിൽ US, കാനഡ അല്ലെങ്കിൽ UK ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. ലണ്ടനിൽ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെ വാഷിങ്ടണിൽ വർക്ക് ചെയ്തിട്ടുള്ളവർ മോസ്റ്റ്ലി അങ്ങനെ ഉള്ളവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് ഒരു ബ്രീഫിംഗ് ഒക്കെ തന്നപ്പോൾ അവിടെ ഡ്രൈവിംഗ് ഇല്ലാതെ അവിടെ ജീവിക്കാൻ പ്രയാസമാണ്. കാരണം അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമൊക്കെ കുറവാണ്. നമുക്ക് പേഴ്സണലി ഒരു കാർ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അവിടെ ഓഫീസിലും മറ്റു കാര്യങ്ങൾക്കും സാധിക്കുകയുള്ളൂ എന്നറിയുന്നതുകൊണ്ട് എനിക്കന്ന് ഡ്രൈവിംഗ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. ടോണിയാണ് ആക്ച്വലി ഒരു ദിവസം കാറ് കൊണ്ടുവന്നു. ടോണിയുടെ കാറിൽ ഞാൻ കയറി അവിടെ ഒരു സ്ഥലത്തൊരു ലോൺലി പ്ലേസിൽ പോയി. അത് കണ്ടാൽ ഒരു കാട് പോലെ ഇരിക്കുമായിരുന്നു. അവിടെ പോയി 1 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് അതിനുശേഷം പിറ്റേ ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ 5:30 രാവിലെ വരാം, ഒരു ഓപ്പൺ റോഡിൽ കൂടി നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അത് എസ്പെഷ്യലി റൗണ്ട് അബൌട്ട് അദ്ദേഹം കൊണ്ടുവന്നു. ഞാൻ ഓടിച്ചുകൊണ്ടൊക്കെ പോയി. അതിനുശേഷം ഞങ്ങൾ നവംബറിൽ നാട്ടിൽ പോയി. നാട്ടിൽ നിന്ന് നേരെ വാഷിങ്ടണിൽ ചെന്നു. ഞാനവിടെ ചെന്നൊരു കാറൊക്കെ വാങ്ങി ഞാൻ അവിടെ ലൈസൻസൊക്കെ എടുത്തു. അപ്പം ഞങ്ങൾ ഡിപ്ലോമാറ്റിക് ഇതായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ സ്കിൽ ടെസ്റ്റ് ഇല്ല. നമ്മുടെ ഐ ടെസ്റ്റ് ആൻഡ് നോളജ് ടെസ്റ്റ് കഴിഞ്ഞു. അതെല്ലാം പാസ്സായി. എനിക്ക് ലൈസൻസ് കിട്ടി കഴിയുമ്പോൾ ഡിപ്ലോമാറ്റിക് ലൈസൻസാണ്. അത് കിട്ടിക്കഴിയുമ്പോൾ കാറ് വാങ്ങി അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ വീട്ടിൽ കൊണ്ടുത്തന്ന അന്ന് തന്നെ ഞാൻ വീട്ടിൽ വന്നു. അന്ന് എൻ്റെ അമ്മച്ചിയും അവിടെ ഉണ്ട്. എൻ്റെ സിസ്റ്റർ ന്യൂയോർക്കിലുണ്ടായിരുന്നു. ആ സിസ്റ്റർ മരിച്ചതിന് ശേഷം അമ്മച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അന്നേരം ഫെബ്രുവരിയിലാണ് അമ്മച്ചി നാട്ടിൽ പോയത്. അപ്പം ഞാൻ ഈ ഒരു 5:30 ആയപ്പോൾ ഈ കാർ എടുത്തുകൊണ്ട് ഒറ്റ പോക്ക് പോയിട്ട് ഒരു 2 മണിക്കൂർ അവിടെയുള്ള നെയ്ബർഹുഡിലെല്ലാം ഞാനിങ്ങനെ ഓടിച്ചുകൊണ്ട് നടന്നു. അപ്പോൾ അന്ന് മൊബൈലൊന്നുമില്ല. 2 മണിക്കൂറായി. അമ്മച്ചിയും എൻ്റെ വൈഫും ഒക്കെ വളരെ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുകയാണ്. എന്ത് പറ്റി, എങ്ങോട്ട് പോയി, അവർക്ക് എന്ത് ചെയ്യാനൊക്കെ, എവിടെ പോയെന്ന് അറിയത്തില്ല. ഒരു 2-2.5 മണിക്ക് കഴിഞ്ഞപ്പോൾ ഞാനൊരു വിജയശ്രീ ലാളിതനായിട്ട് കാറിനെയൊക്കെ മെരുക്കി കൊണ്ടുവന്നു. പിറ്റേ ദിവസം മുതൽ ഞാൻ ഓഫീസിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ഖാർത്തൂം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ നോക്കിയാൽ വളരെ ടഫായിട്ടുള്ളൊരു പോസ്റ്റിംഗ് ആയിരുന്നെങ്കിലും
ഇപ്പോഴും ഞാൻ നേരെ പറഞ്ഞതുപോലെ 6 രാജ്യങ്ങളിലും 7 മിഷനുകളിലും വർക്ക് ചെയ്തെങ്കിലും അല്ലാതെ മറ്റു പല രാജ്യങ്ങളിൽ ഒഫീഷ്യലി വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും ഖാർത്തൂമിലെ പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു മധുരകരമായ അനുഭവമാണ്. ഞങ്ങളെപ്പോഴും ഓർക്കുന്ന ഒരു സംഗതിയാണ്. പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഏതായിരുന്നു ഏറ്റവും നല്ലത്. ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള പ്ലസ് ആൻഡ് മൈനസ് പോയിന്റുകളുണ്ട്. അത് നമ്മൾ അതിൻ്റെ ആ മൈനസ് പോയിന്റിലേക്ക് മാത്രം നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. എന്നാൽ നമ്മൾ ആ സ്ഥലത്തെ നന്മകളെയും ആ സ്ഥലത്തെ നമുക്കുള്ള പ്രത്യേകമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും വളരെ അനുഗ്രഹപ്രദമായിട്ടൊരു സംഗതിയായിരിക്കും. അതിനുശേഷം ഇന്നും ഞാൻ പറഞ്ഞതുപോലെ ഖാർത്തൂം തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു അനുഭവം. ഞങ്ങൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് വാഷിങ്ടണിലേക്കാണ്. അവിടെ 3 വർഷക്കാലം ജോലി ചെയ്തു. അവിടെ വളരെ ബിസി ലൈഫായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ വളരെ കുഞ്ഞുങ്ങളായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന അന്ന് എനിക്ക് 3 കുഞ്ഞുങ്ങളായി. ഒരു മോളുമായിട്ടാണ് ഞാൻ ഖാർത്തൂമിൽ പോയത്. അവിടെ 2 കുഞ്ഞുങ്ങൾ കൂടി ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ 3 കുഞ്ഞുങ്ങളുമായിട്ടാണ്. എൻ്റെ ഇളയ മകൻ അന്ന് ഞങ്ങൾ വാഷിങ്ടണിൽ ചെല്ലുമ്പോൾ 8 മാസം മാത്രം പ്രായമേ ഉള്ളൂ. അവിടെ ഞങ്ങൾ ഈ രാജ്യങ്ങളിലൊക്കെ അനുഭവിച്ചു. ഞങ്ങൾക്ക് 12th വരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോയി പഠിപ്പിക്കാം. അതിനുള്ള ഫെസിലിറ്റിയൊക്കെ ഗവൺമെൻറ് തരും. പക്ഷേ ഒരു പ്രശ്നം ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോഴിരുന്ന് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ടഫ്നെസ്സൊക്കെ മനസ്സിലാകുന്നത്. കാരണം കുഞ്ഞുങ്ങൾ അനുഭവിച്ചിരിക്കുന്ന പ്രയാസം വെളിയിൽ നോക്കുമ്പോൾ വളരെ സന്തോഷമാണ്. ഇങ്ങനെ ഫാമിലിയായിട്ട് ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ ഗവൺമെൻറ് എല്ലാ ഫെസിലിറ്റിയും തരുന്നു, നമ്മൾ വിവിധ രാജ്യങ്ങളിൽ പോകുന്നു. പക്ഷേ ആ കുഞ്ഞുങ്ങൾ അവരവിടെ ചെല്ലുമ്പോൾ ഒരു പുതിയ രാജ്യം, പുതിയ കൾച്ചർ, പുതിയ ഫ്രണ്ട്സ്, പുതിയ ടീച്ചർ, പുതിയ സ്കൂള്, പുതിയ സിലബസ്, അതൊക്കെ വളരെ റിയൽ ടഫാണ്. പക്ഷേ അതിൻ്റെ ഒരു ഗുണം, ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആൻഡ് അവർ കുറച്ചുകൂടെ ബോൾഡായിട്ടും കാര്യങ്ങളെയൊക്കെ കുറച്ചുകൂടെ ഫേസ് ചെയ്യാനായിട്ടുള്ള ധൈര്യവും അതിനുള്ള കഴിവും അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത്. അത് ഈ ജീവിതത്തിൽ അവർ ഈ ഫേസ് ചെയ്യുന്ന വേരിയസ് പ്രോബ്ലംസ് അവർ സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് സ്വയമായിട്ട് ആർജിക്കുന്ന ഒരു കാര്യമാണ്. അത് ലേറ്റർ ഓൺ ആണ്, നമ്മൾ പല സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് അതിനുള്ള ഒരു ഗുണം മനസ്സിലാകുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും പല രീതിയിലുള്ള ആളുകൾ, പല കൾച്ചർ, പല ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡുള്ളവർ, അങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ ഇടപെടുന്നതുകൊണ്ട് ഇന്നും നമ്മൾ ഒരു കോമണായിട്ട് ഇങ്ങനെ നമ്മുടെ ഞങ്ങൾ റിട്ടയറൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കുമ്പോൾ പല രീതിയിലുള്ള ആളുകളെ ഡീൽ ചെയ്യാനും നമുക്ക് അതിനുവേണ്ടി പ്രത്യേകമായി പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ കൂടി കടന്നില്ലേ വേരിയസ് പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോൾ നമുക്കത് ലഭിക്കുന്ന ഒരു സംഗതിയാണ്. അതിനുശേഷം ഞങ്ങൾ വാഷിങ്ടണിൽ നിന്ന് ഡൽഹിയിലേക്ക് കടന്നു. അവിടെ 3 വർഷക്കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ യമൻ എന്ന് പറയുന്ന, അന്ന് ഇന്നത്തെ യമൻ അല്ല, അന്നത്തെ യമൻ വളരെ ശാന്തമായിട്ടുള്ള യമനായിരുന്നു. അന്ന് പ്രോബ്ലംസ് ഒന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. ഞങ്ങൾ അവിടെ 3 വർഷക്കാലം ജോലി ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് മോസ്കോയിലേക്ക്, അത് എൻറ്റയർലി ഡിഫറെൻറ്റ്, മോസ്കോയിലേക്ക് പോയി. മോസ്കോയിലാണ് എൻ്റെ മൂത്ത മകൾ 12th കഴിഞ്ഞത്. വെളിച്ചക്കുറവുണ്ട്, നമുക്ക് ആകത്തില്ല സംസാരിക്കാതെ. ഓക്കെ.